എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ നാവ്, എൻ്റെ കൈ, എൻ്റെ കാല്, ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ നമ്മുടെ അവയവങ്ങളെ കുറിച്ച് പറയാം. അതുകൊണ്ട് തന്നെ നീ അത് കാണരുത് കേട്ടോ, ഇത് കേൾക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് പറയും, എൻ്റെ കണ്ണുകൊണ്ട് എന്തു കാണണം എന്ന് ഞാൻ തീരുമാനിച്ചോളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു ഇങ്ങനെ പറഞ്ഞെങ്കിൽ, ഓ നിന്റെ കണ്ണാണോ, എങ്കിൽ നീ തന്നെ നിന്റെ കണ്ണിന് കാഴ്ച നൽകൂ എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ ഞാൻ അന്ധനായി എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ നാവിന് നീ തന്നെ സംസാരശേഷി നൽകൂ എന്ന് അള്ളാഹു പറഞ്ഞെങ്കിൽ ഞാൻ ഊമയായി എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ ശരീരം നിന്റേതാണോ, എങ്കിൽ നീ തന്നെ അതിന് ജീവൻ നൽകൂ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അതിനാൽ വളരെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നൽകിയ അമാനത്താകുന്ന നമ്മുടെ ശരീരത്തെ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേ വിനിയോഗിക്കാൻ പറ്റുള്ളൂ. പ്രവാചകൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹു, ഒരു കണ്ണിമവെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതേ. ഇങ്ങനെ പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളായിട്ട് നമ്മുടെ ശരീരം മാറുമ്പോൾ നാം അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളവരാകും.